ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി കോയമ്പത്തൂർക്ക് പോകാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്ന് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ജോബിയാണ്ണും പിന്നെ എൻ്റെ അമ്മയും പിന്നെ നാത്തൂനും ബെല്ലിമ്മ അമ്മേരെ ചേച്ചി എല്ലാവരും കൂടി കോയമ്പത്തൂർക്ക് ശനിയാഴ്ച പോവുകയാണ് കേട്ടോ. ഒരു ഉച്ച തിരിഞ്ഞ് 3:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എളാമേരെ മോൻ്റെ കല്യാണമാണ്. എൻ്റെ എളാമേരെ മോൻ്റെ കല്യാണം കോയമ്പത്തൂരാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം ചായ കുടിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തി ചായയും പരിപ്പവടയും കുഴിയപ്പമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ വഴി അറിയാൻ വേണ്ടിയിട്ടും ഹോളിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. അങ്ങനെ ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ കല്യാണത്തിൻ്റെ സ്ഥലത്ത് എത്തി. സാവത്രി മഹാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളാണ് കേട്ടോ. അവിടെ ഞങ്ങൾ വന്ന് ഒരു 6:30 ആകുമ്പോൾ എത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ 6 മണിക്കാണ് അവിടെ പ്രോഗ്രാമുകൾ തുടങ്ങണം കേട്ടോ. അപ്പോൾ തലേദിവസമായിരുന്നു, അതായത് വെള്ളിയാഴ്ചയായിരുന്നു അവരുടെ താലികെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരത്തേക്ക് വന്നു. ഇതാണ് സാവിത്രി മഹാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലാണ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറാൻ നിൽക്കുക. അപ്പോൾ കുറച്ച് പേര് കയറാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എളാമേരെ മൂത്ത മോളെ കല്യാണത്തിന് ഞങ്ങളെ വന്ന് വിളിച്ചിരുന്നു. അപ്പോൾ പോകാൻ പറ്റിയില്ല. അത് എളാപ്പനായിരുന്നു. അപ്പോൾ എളാപ്പൻ ഇങ്ങനെ എല്ലാവരോടും വന്ന് ആ ചന്ദനക്കുറി തൊടുക, ആ പൂവ് എടുക്കുക, ആ കൽക്കണ്ട എടുക്കുക, അതൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് എളാപ്പൻ നിൽക്കണം കേട്ടോ. അപ്പോൾ എളാമൻ്റെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ആ സമയത്ത് എന്താ വേറെ പരിപാടികൾ കാണാൻ പറ്റില്ല. ഇതാണ് എളാമ ഞങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടി വന്നു. വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോൻ്റെ കല്യാണം വന്ന് എൻ്റെ അപ്പച്ചൻ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കല്യാണം ക്ഷണിക്കാൻ. അപ്പോൾ അങ്ങനെ എന്തായാലും ഈ പ്രാവശ്യത്തെ ഇത് കാണാൻ വരാലോ, കല്യാണത്തിന് വരാലോ എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ഫോട്ടോഷൂട്ടുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പെൺകുട്ടിയും ചെക്കനും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഇത് എളാമേരെ മോളാണ് കേട്ടോ. ഇവളെ കല്യാണത്തിനാണ് അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും മോൻ്റെ കല്യാണത്തിന് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ അച്ഛൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അപ്പോൾ എളാമ വന്നതിലൊക്കെ നല്ല സന്തോഷമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ വീട്ടുകാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളൊക്കെ കണ്ടിട്ട് കുറേ നാളായേ. ക്ലിൻസി എന്നാണ് പേര്. അപ്പോൾ അവളെ കണ്ടിട്ട് കുറേ നാൾ, അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ സൈഡിൽ കസേരകൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കസേരകളുടെ അവിടെ കുറച്ച് നേരം ഇരുന്നു. കാരണം നമ്മൾ 6:30 6:45 ആവണമല്ലോ. അപ്പോൾ എളാമ വന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ കുറച്ച് നേരം മതി ഫുഡ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ തമിഴ്നാട്ടിലത്തെ കല്യാണം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മൾ വന്നില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എളാമ വീണ്ടും വരും, ഭക്ഷണം കഴിക്കാം, തിരക്കില്ല വായോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ താഴത്തേക്ക് ഭക്ഷണം കഴിക്കുന്നത് താഴത്തെ നിലയിലാണെന്ന് പറഞ്ഞേ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട്സുകളും അതുപോലെ പെൺകുട്ടിയുടെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് ഫാമിലികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ പോവാം എന്നൊക്കെ വിചാരിച്ചു. ഇത് ഫുഡിൻ്റെ ഏരിയയാണ് കേട്ടോ. നല്ല നല്ല ദോശകൾ ഉണ്ട്, അതുപോലെ തന്നെ ബട്ടൂര, അതുപോലെ എന്നിട്ട് ഇഡ്ഡലി, നൂലപ്പം, ബിരിയാണി, പലതരത്തിലുള്ള തൈരുകളല്ല എന്താ പറയുക, ചട്നി, പിന്നെ ക്യാരറ്റ് ഹൽവ, അങ്ങനത്തെ കേട്ടോ. ഇത് കണ്ടോ, ഈ റിസപ്ഷനിൽ വെജിറ്റേറിയനാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വയ്ക്കുന്ന റിസപ്ഷൻ വെച്ചത് വെജിറ്റേറിയനാണ് വെച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് നോൺ വെജിൻ്റെ റിസപ്ഷനാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ചത്തെ ഈ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് വേറെ പരിപാടികളുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു. അപ്പം ഞങ്ങൾ എല്ലാത്തിൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കാമല്ലോ. ഈ തമിഴ്നാട്ടിലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ അവരുടെ ചട്നികൾക്കും സാമ്പാറിനും ഒക്കെ പ്രത്യേകം ടേസ്റ്റാണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇഡ്ഡലിയൊക്കെ മറ്റേ ഹാർട്ട് ഷേപ്പിലാണ് ഇഡ്ഡലിയൊക്കെ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആട്ടോ. അങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയാണ് ഇഡ്ഡലി. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ചൂടുള്ള കോഫി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചു ഞങ്ങൾ. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു 9:30 ആയപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള കോയമ്പത്തൂർ യാത്രയും കോയമ്പത്തൂർ കല്യാണത്തിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.